എല്ലാവർക്കും നമസ്കാരം. ഞാൻ സമീത. കവ്യാമ കിച്ചണിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ പുളിയിഞ്ചി വീഡിയോ എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും ഒരു സദ്യ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. എരിശ്ശേരിയാണ്. വൻപയർ മത്തങ്ങ എരിശ്ശേരി, സദ്യക്ക് വിളമ്പണ എരിശ്ശേരിയാണ് ഞാൻ കാണിക്കുന്നത്. എരിശ്ശേരി നമുക്ക് ചക്കയില ഉണ്ടാക്കാം, ഓമക്കായ, മിക്സ്ഡ് വെജിറ്റബിൾസ്, അങ്ങനെ എല്ലാ കുറെ വെജിറ്റബിൾസ് കൊണ്ട് ഉണ്ടാക്കാം. പക്ഷെ ഇന്ന് ട്രഡീഷണൽ ആയിട്ട് സദ്യക്ക് വിളമ്പണ വൻപയർ മത്തങ്ങ എരിശ്ശേരിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത്. എന്നാലേ എനിക്ക് എന്റെ വീഡിയോസും എന്റെ റെസിപ്പീസും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയണ മാതിരി എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് എന്റെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളും. അപ്പൊ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വൻപയർ ഇങ്ങനെ 1 കപ്പ് എടുത്തിട്ട് ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് തലേ ദിവസം രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ മത്തങ്ങ 1 കപ്പ് ഇങ്ങനെ ഡൈസ് ആയിട്ട് മുറിച്ചതാണ്. പിന്നെ നമ്മൾക്ക് തേങ്ങ വേണം, തേങ്ങ ചിരകിയത്. ഇതൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് 1/2 കപ്പ് അരിക്കാനും 1/4 കപ്പ് വറുത്ത് കൊട്ടാനും വേണം. തേങ്ങ അരിക്കുമ്പോൾ അതിന്റെ കൂടെ ചേർത്താണ് 2 പച്ചമുളക്, 2 ഉള്ളി, ചെറിയ ഉള്ളി. അത് ഓപ്ഷണലാണ്, പ്യുവർലി വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ട്രഡീഷണലി ഇടില്ല, പക്ഷെ അതിന് ഒരു നല്ലൊരു മണം കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ നമുക്ക് വറുത്ത് കൊട്ടാൻ കടുക് വേണം. 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 2-3 വറമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലുണ്ട്. ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് വൻപയർ വേവിച്ചെടുക്കാം. ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് ഈ വൻപയർ ഇട്ടെടുക്കുക. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കുക. ഒരു പിഞ്ച് മതി മുളക് പൊടി. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ മതിയാവും. എപ്പോഴും കുക്കറിന്റെ വിസിലൊക്കെ കുക്കറിനനുസരിച്ചായിരിക്കും. ആദ്യം നിങ്ങൾ ഒരു 3 വിസിൽ ഇട്ട് നോക്കിയിട്ട് വെന്തിട്ടുണ്ടോ നോക്കൂ. വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു വിസിലും കൂടി ഇട്ട് വേവിച്ചെടുക്കും. അവിടെ ബീൻസ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ തേങ്ങ അരച്ചെടുക്കാം. അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ടെടുക്കുക. അതില് ഈ പച്ചമുളകും ജീരകവും ചെറിയ ഉള്ളിയും ഇട്ടെടുക്കുക. അതിലേക്ക് പച്ചമുളകും ജീരകവും, പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. ഇത് വലിയ പച്ചമുളകാണ്. ഇത് ഞങ്ങളുടെ ഗാർഡനിൽ ഉണ്ടായ പച്ചമുളകാണ്. പച്ചമുളകും എരിവൊക്കെ നിങ്ങളുടെ അനുസരണം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. പിന്നെ 2 ഉള്ളി, അതും കൂടി ഇങ്ങനെ 2ആക്കി മുറുക്കിയിട്ട് ഇട്ടെടുക്കുക. എന്നിട്ട് ജീരകം അതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ബീൻസ് വെന്ത് വന്നതും പ്രഷർ സെറ്റിൽ ആയതും ഞാൻ അതിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മുറിച്ച് വെച്ച് മത്തങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ഫോണ് സ്റ്റോറേജ് ഫുള്ളായി, ക്ലിയർ ചെയ്യേണ്ടിയിരുന്നു. അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല, സോറി. മത്തങ്ങ ചേർത്ത് കൊടുത്തിട്ട് അതിൽ 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഒരു പിഞ്ച് ഓഫ് ഒരു നുള്ള് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വേവിച്ചെടുക്കുക. ഇത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. മത്തം ഒന്ന് വെന്ത് കിട്ടിയതും ഒന്ന് ഇത് സ്മാഷ് ചെയ്തെടുക്കണം. നമ്മുടെ മത്തം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ലൈറ്റായിട്ട്, ഫുള്ളായിട്ട് ഉടയ്ക്കേണ്ട, കുറച്ച് ഉടച്ചാൽ മതി. അരച്ചു വെച്ച തേങ്ങയില്ലേ അത് കളത്തുക. തേങ്ങ വല്ലാണ്ട് വെള്ളമായിട്ട് അരച്ചെടുക്കേണ്ട, ചട്നി കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. എന്നിട്ട് അതിനെ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മത്തനും പരിപ്പും വേവിച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് തിക്കായി തന്നെ വിളമ്പാൻ വേണ്ടിയിട്ടാണ്. സദ്യക്ക് വല്ലാണ്ട് വെള്ളം ഒഴിച്ചാൽ കറിയായി പോവും. ഇപ്പം നിങ്ങൾ സദ്യക്ക് എല്ലാ വീട്ടിൽ എരിശ്ശേരി കറിയായിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വേവിക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് വറുത്ത് കൊട്ടാനുള്ള സാധനങ്ങളൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ചൂടായതും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടെടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ
അതിലേക്ക് വറമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടില്ലേ, ബാക്കിയുള്ള 1/4 കപ്പ് തേങ്ങയും കൂടി ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ബ്രൗൺ ആവണ വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ തേങ്ങ നന്നായി ബ്രൗണായി വറന്ന് വന്നിട്ടുണ്ട്. ഓഫ് ചെയ്യാം നമുക്ക്. പയറും മത്തനും തേങ്ങയും കൂടി ചേർത്തത് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഇപ്പം ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഉപ്പ് പാകമാണ് എനിക്ക്, അതുകൊണ്ട് ഞാൻ ഇനി ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെച്ച തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എരിശ്ശേരി റെഡിയായി. ആ തേങ്ങ വറുത്തോട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു നുള്ള് വെളിച്ചെണ്ണയും കൂടി മുകളിലൊന്ന് ഒഴിച്ചെടുക്കുക. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. സദ്യക്ക് വിളമ്പണ ട്രഡീഷണൽ മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എരിശ്ശേരി നമുക്ക് പലതിലും ഉണ്ടാക്കാം. ചക്ക എരിശ്ശേരി ഉണ്ടാക്കാം, ഓമക്ക പപ്പായ എരിശ്ശേരി ഉണ്ടാക്കാം, മിക്സഡ് വെജിറ്റബിൾ എരിശ്ശേരി ഉണ്ടാക്കാം. ഞാൻ അതൊക്കെ കൊതിയാവനൂല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം ഞാൻ വരുന്ന ദിവസങ്ങളിൽ. പക്ഷെ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. ഇതാണ് സദ്യക്ക് വിളമ്പുക. ഇത് ഞങ്ങൾ ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി റെസിപ്പിയായി കാണുന്നവരെ ദിസ് ഇസ് സംഗീത സൈനിങ് ഓഫ്. എല്ലാവരും സൂക്ഷിച്ചിരിക്കൂ. ടേക്ക് കെയർ.